നിങ്ങളുടെ ഓർമ്മകളെ കുറച്ച് പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1971 പൊതു തെരഞ്ഞെടുപ്പ് കാലം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഒരു ദിവസം AKG, സാക്ഷാൽ നമ്മുടെ AK ഗോപാലൻ, CPM ലീഡറായ T ശിവദാസ് മേനോന്റെ പാലക്കാട്ടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോയി. ശിവദാസ് മേനോന്റെ മകൾ അന്ന് SSLCക്ക് പഠിക്കുക. AKG കുട്ടിയെ അരികിൽ വിളിച്ചിട്ട് ചോദിച്ചു, നീ ക്ലാസ് വാങ്ങി ജയിക്കില്ലേ? കുട്ടി ഉറപ്പിച്ചു പറഞ്ഞു, ക്ലാസ് വാങ്ങും. ക്ലാസ്സോടെ നീ ജയിച്ച എന്നെ ആ വിവരം അറിയിക്കണം, എൻ്റെ വക ഒരു സമ്മാനം നിനക്കാൻ തരും. AKG വാഗ്ദാനം കൊടുത്തു. കുട്ടി ക്ലാസ്സോടെ ജയിക്കുകയും ചെയ്തു. പക്ഷേ AK ഗോപാലിനെ ഈ സമ്മാനക്കാര്യം വെറുതെ പറഞ്ഞതാണെന്ന് കരുതി ആരും അറിയിച്ചില്ല. AKG ഇത് അറിഞ്ഞതുമില്ല. കുറേ മാസങ്ങൾ കടന്നുപോയി. AKG വീണ്ടും മറ്റെന്തോ ഒരു ആവശ്യത്തിനായി പാലക്കാടെത്തി. ഉച്ചയായപ്പോൾ ശിവദാസ് മേനോട് പറഞ്ഞു, എനിക്ക് തൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. വീട്ടിലെത്തി AKG ഊണ് കഴിച്ചു. പിന്നെ AKG കുട്ടിയെ വിളിച്ച്, നീ ജയിച്ചായിരുന്നോ? അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നു. ജയിച്ചു. ക്ലാസ് ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് എന്തേ എന്നെ അറിയിച്ചില്ല? ചുമ്മാതെ പറഞ്ഞതാണെന്ന് കരുതി എന്നാണ് കുട്ടി പറഞ്ഞത്. ഞാൻ ചുമ്മാതെ ഒന്നും പറയാറില്ല എന്ന് AKGയുടെ മറുപടി. പിന്നീട് എന്താ നടന്നതെന്നറിയാമോ? AKG തൻ്റെ കയ്യിൽ കിടന്ന് വാച്ചഴിച്ച് കുട്ടിക്ക് കൊടുത്തു സമ്മാനമായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സമ്മാനം. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് AKGക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നല്ല രാഷ്ട്രീയ പ്രവർത്തകർ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അവർ വാഗ്ദാനങ്ങൾ ഓർത്തിരിക്കും, ആ വാക്ക് പാലിക്കുകയും ചെയ്യും. വാക്കും പ്രവൃത്തിയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. വാക്ക് പാലിക്കുന്നത് വ്യക്തിത്വത്തിലെ ധാർമ്മികതയുടെ ലക്ഷണമായിട്ട് വേണം നമ്മൾ കാണാൻ. കഴിവതും പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ പഠിക്കാം. എന്നാൽ ചില ആളുകളുണ്ട്, അവർ പറയും, എന്നോടും ചില ജീവിതത്തിൽ ചില ആൾക്കാർ, ചില ബോസന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ ഇരുമ്പോലൊക്കെയല്ല, വാക്കല്ലേ മാറ്റാൻ പറ്റൂ, വേറെ എന്തെങ്കിലും മാറ്റാൻ പറ്റൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് പേഴ്സണാലിറ്റി വൈകല്യം ഉണ്ടെന്ന് വേണം കരുതാൻ. കാരണം അവർ തൽക്കാല സൗകര്യത്തിന് വേണ്ടി പറയുന്ന. അപ്പം വാക്കുകൾ പരമാവധി പാലിക്കാനായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.